വാർത്തകൾ തുടരുന്നു. കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ PR അരവിന്ദാക്ഷന്റെയും CK ജിൽസന്റെയും ജാമ്യാപേക്ഷ കലൂരിലെ പ്രത്യേക കോടതി ഇന്ന് പരിഗണിക്കും. ഇതുവരെയുള്ള അന്വേഷണത്തിൽ ഇടിക്ക് തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും അതിനാൽ ജാമ്യം അനുവദിക്കണമെന്നുമാണ് ഇരുവരുടെയും ആവശ്യം. വിവരങ്ങളുമായി ഡാനി ഇപ്പോൾ തുടരുന്നുണ്ട്. ഡാനി, ജാമ്യം വേണമെന്ന ആവശ്യമാണ് ഇരുവരും മുന്നോട്ട് വയ്ക്കുന്നത്. എന്തൊക്കെ കാരണങ്ങൾ പറഞ്ഞാണ് ED ഈ ജാമ്യാപേക്ഷയെ എതിർക്കുന്നത്? രേണുക, ജാമ്യാപേക്ഷയിൽ ഇന്നും വാദം തുടരുക തന്നെ ഒരു നടപടിയായിരിക്കും കോടതിയിൽ ഉണ്ടാകുക എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ED നേരത്തെയും ഈ ജാമ്യാപേക്ഷ എതിർത്തുകൊണ്ട് വാദമുഖങ്ങൾ ഉന്നയിച്ചിരുന്നു. അതിൽ പ്രത്യേകിച്ച് ഈ അന്വേഷണം നടക്കുന്നത് ഒരു നിർണായക ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ച് അതിലുണ്ടായിരിക്കുന്ന ഒരു കണ്ടെത്തൽ എന്ന് പറയുന്നത് ഇത് രണ്ടാം കുറ്റപത്രം സമർപ്പിച്ച ശേഷം രണ്ടാം ഘട്ട അന്വേഷണമാണ് നടക്കുന്നത്. ഈ അന്വേഷണത്തിൽ പ്രധാനമായും ചെന്നെത്തിയിരിക്കുന്നത് CPMന്റെ ചില പങ്കിനെ കുറിച്ച് എന്ന് തന്നെയാണ് ED സമർത്ഥിക്കുന്നത്. CPMന്റെ ലോക്കൽ ഘടകത്തിന്, പ്രാദേശിക ഘടകത്തിന് അവിടെ അക്കൗണ്ട് ഉണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ 2 അക്കൗണ്ടുകൾ എന്ന് പറഞ്ഞിരുന്നത് പിന്നീടുള്ള EDയുടെ അന്വേഷണത്തിൽ അത് 5 അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നു എന്നാണ് EDയുടെ അന്വേഷണത്തിൽ തെളിഞ്ഞിരിക്കുന്നത്. ഈ അക്കൗണ്ടുകളിലൂടെ വലിയ തുകകൾ, വൻതുകകൾ തന്നെയാണ് വന്നു പോയിരിക്കുന്നത്. ഈ വന്നിരിക്കുന്ന പണം പ്രധാനമായും അനുമാനിക്കുന്നത് പല ബനാമി ഇടപാടുകൾക്കും കമ്മീഷനായി ലഭിച്ച പണമാണ് എന്നാണ് ED പറയുന്നത്. EDക്ക് അത് സംബന്ധിച്ച കാര്യങ്ങളിലേക്ക്, വസ്തുതകളിലേക്ക് കടക്കുന്നതിന് കാര്യമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്ന് അവർ കോടതിയിൽ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഈ പണം കൈകാര്യം ചെയ്തിരിക്കുന്നത് ആരൊക്കെയാണെന്ന് ഇനിയും EDയോട് ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നവർ വെളിപ്പെടുത്തുന്നില്ല. പ്രത്യേകിച്ച് ജില്ലാ സെക്രട്ടറി M. വർഗീസ് ഹാജരായപ്പോഴും ഈ കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ തനിക്കറിയില്ല, സംസ്ഥാന നേതൃത്വത്തോട് ചോദിക്കൂ എന്നതടക്കമുള്ള മറുപടികളാണ് ലഭിച്ചത്. ഈ പണത്തിൻ്റെ ഉറവിടം സംബന്ധിച്ച്, അല്ലെങ്കിൽ ഈ പണം ആർക്കൊക്കെ കൈമാറി എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇവർക്കെല്ലാം അറിയാം. ഇപ്പോഴുള്ള PR അരവിന്ദാക്ഷനും അതോടൊപ്പം തന്നെ ജിൽസനും എല്ലാം തന്നെ കൃത്യമായി അറിയാം. അവർക്കെല്ലാം തന്നെ പങ്കുള്ള ഒരു ഇടപാടുകൾ തന്നെയാണ് ഇതിൽ നടന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഘട്ടത്തിൽ ഇവർക്കെല്ലാം ജാമ്യം അനുവദിക്കുന്നത് അന്വേഷണത്തിൻ്റെ തുടർച്ചയെ അത് വളരെ പ്രതികൂലമായി ബാധിക്കുമെന്ന വാദമുഖങ്ങൾ തന്നെയാണ് ED കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഉയർത്തിയത്. എന്നാൽ അതേസമയം തങ്ങൾക്കെതിരെ ED തെളിവുകൾ കൃത്രിമമായി ഉണ്ടാക്കുകയാണ്. ED പറയുന്ന കാര്യങ്ങളല്ല സത്യത്തിൽ നടന്നിരിക്കുന്നത്. വലിയ രീതിയിലുള്ള തെളിവുകളോ കാര്യങ്ങളോ ഒന്നും തങ്ങൾക്കെതിരെ ഇല്ല. ED ഉണ്ടാക്കുന്ന പുകമറ മാത്രമാണ് ഇത് ഉള്ളത് എന്നാണ് ഇരുവരും ഈ വാദങ്ങളായിട്ട് പറഞ്ഞിരിക്കുന്നത്. തങ്ങൾക്കെതിരെ പ്രത്യക്ഷമായോ പരോക്ഷമായോ തെളിവുകൾ ലഭിച്ചിട്ടില്ല എന്നതടക്കമുള്ള വാദങ്ങൾ ഇവർ ഉയർത്തുന്നുണ്ട്. എന്തായാലും ഇത് സംബന്ധിച്ച് കോടതിയിൽ നിന്നും തന്നെ വാദം തുടരും. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന പ്രത്യേക കോടതിയിലാണ് വാദം. അതോടൊപ്പം തന്നെയാണ് ഈ കേസിൽ ക്രൈംബ്രാഞ്ച് ഒരു അന്വേഷണം നടത്തുന്നുണ്ട്. ക്രൈംബ്രാഞ്ചിന് EDയുടെ പക്കലുള്ള രേഖകൾ തങ്ങളുടെ അന്വേഷണം പൂർത്തിയാക്കുന്നതിന് വിട്ടുകിട്ടണമെന്ന ഒരു ആവശ്യം അവർ പലതവണ ഉന്നയിക്കുന്നു. ED അതിനെ എതിർക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ആവശ്യവും ഈ കോടതി തന്നെ ഇന്ന് പരിഗണിക്കുന്നുണ്ട്. ഈ ഹർജിയും പരിഗണനയ്ക്ക് വരുന്നുണ്ട്. രേണുക. ശരി ഡാനി, കൊച്ചിയിൽ നിന്ന് തന്നെയാണ് മറ്റൊരു വാർത്തയും കൂടി ഉള്ളത്. കൊച്ചിയിൽ 1.5 മാസം പ്രായമായ കുഞ്ഞിനെ കൊലപ്പെടുത്തിയ സംഭവം കേരളത്തിന്റെ മനസാക്ഷി ഞെട്ടിച്ച സംഭവമാണ്. ആ കേസിൽ കുഞ്ഞിന്റെ മൃതദേഹം ഇന്ന് പോലീസ് സംസ്കരിക്കുമെന്ന വിവരമാണ് വരുന്നത്. ഈ മൃതദേഹം ആരും ഏറ്റെടുക്കാൻ തയ്യാറാകാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതും ഒരു നോവായിരുന്നു. ഇതിപ്പോൾ എങ്ങനെയാണ് പോലീസ് ഈ സംസ്കാര ചടങ്ങുകൾ ഒക്കെ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്? രേണുക, ഈ 1.5 മാസം പ്രായമുള്ള കുഞ്ഞിൻ്റെ മൃതദേഹം ഇപ്പോഴും മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. കേസിൻ്റെ നടപടികൾ തുടരുന്നു. ഇന്ന് അവരെ രണ്ടുപേരെയും, അതായത് ഒന്നാം പ്രതിയായ ഷാനിഫ കുട്ടിയുടെ അമ്മ അശ്വതിയുടെ സുഹൃത്താണ്. ഷാനിഫാണ് കുട്ടിയെ മുട്ടുകാൽ കൊണ്ട് തലക്കിടിച്ച് കൊലപ്പെടുത്തിയതായി പറഞ്ഞിരിക്കുന്നത്. അമ്മ അശ്വതിക്ക് ഈ വസ്തുതകൾ, ഇയാൾ കൊലപ്പെടുത്തുമെന്ന വസ്തുതകൾ, കാര്യങ്ങളെല്ലാം തന്നെ അറിയാമായിരുന്നുവെന്നും അവർക്കിതിലും പങ്കുണ്ട് എന്നും അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ട്. ഇരുവരിപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലേക്ക് വന്നിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ അവരെ ചേർത്തലയിൽ, അശ്വതിയുടെ വീട് അവിടെയാണ്, ഈ ഇവിടങ്ങളെല്ലാം എത്തിച്ച് തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കുകയാണ്. ആ നടപടികൾ തുടരുകയാണ്. അതിനിടയിലാണ് ഇപ്പോഴും ഈ കുട്ടിയുടെ ഒരു സംസ്കാര കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് ഈ കുട്ടിയുടെ പിതാവിൻ്റെ കുടുംബം മുന്നോട്ട് വരുന്നില്ല എന്നതാണ്. അവർ അതിൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടില്ല. പോലീസിനെ അവരത് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് കുട്ടിയുടെ മൃതദേഹം മറവ് ചെയ്യുന്നതിന് പോലീസ് തന്നെ മുന്നോട്ട് വന്നിട്ടുള്ളത്. പോലീസ് ഇതിനുള്ളൊരു അപേക്ഷകൾ സമർപ്പിച്ചിട്ടുണ്ട്. നഗരസഭയുടെ പൊതുശ്മശാനത്തിലായിരിക്കും സംസ്കാരം നടക്കുക. നഗരസഭയ്ക്ക് അടക്കം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷകളടക്കം സമർപ്പിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നാളെ ആയിരിക്കും സംസ്കാരം എന്നാണ് ഒടുവിൽ അറിയാനായിട്ട് സാധിക്കുന്നത്. പോലീസ് തന്നെയായിരിക്കും ഇതിൻ്റെ ഒരു ഈ സംസ്കാരത്തിന് വേണ്ട
വേണ്ട കാര്യങ്ങളെല്ലാം തന്നെ ക്രമീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കുകയും ചെയ്യുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണം തുടരുകയാണ്. നിലവിൽ 2 പ്രതികളും തന്നെ പോലീസിന്റെ കസ്റ്റഡിയിലേക്ക് വന്നു കഴിഞ്ഞു. അവരുമായുള്ള തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയാണ് ഈ ദാരുണമായ സംഭവം കൊച്ചിയിലുണ്ടാകുന്നത്. അശ്വതി അവർ ഷാനിഫ് എന്ന ഒരാളുമായി അടുപ്പത്തിലാകുമ്പോഴേ ഇയാൾ മറ്റൊരാളിൽ നിന്ന് അശ്വതി ഗർഭിണിയായിരുന്നു. ഈ കുഞ്ഞിനെ ഉപേക്ഷിക്കണമെന്ന് ഇയാൾ പലതവണ ആവശ്യപ്പെടുകയും അശ്വതി ആദ്യഘട്ടത്തിൽ നിരാകരിക്കുകയും ചെയ്തു. പക്ഷേ ഈ കുട്ടിയെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളുമായി ഇയാൾ മുന്നോട്ട് പോവുകയായിരുന്നു. അത് ഇവർക്കും അറിയാമായിരുന്നു. പിന്നീടാണ് കൊച്ചിയിലെ ലോഡ്ജിൽ മുറിയെടുക്കുകയും കുട്ടിയെ വളരെ ദാരുണമായി കൊലപ്പെടുത്തുകയും ചെയ്തത്. രേണുക, ഡാനിപ്പോളാണ് വിവരങ്ങൾ നൽകിയത്. കടുവ ഭീതി തുടരുന്ന വയനാട് വാഗേരിയിലെ കാപ്പി കർഷകർ പ്രതിസന്ധിയിൽ. കടുവയെ ഭയന്ന കാപ്പിത്തോട്ടത്തിലേക്ക് തൊഴിലാളികളെ കിട്ടാനില്ല എന്നാണ് കർഷകരുടെ പരിഭവം. വിളവെടുക്കാൻ പാകമായ കാപ്പി പറിക്കാൻ തൊഴിലാളികളെ കിട്ടാത്തത് കർഷകർക്ക് വലിയ സാമ്പത്തിക പ്രതിസന്ധിയുണ്ടാകും. ക്ഷീര കർഷകർക്ക് പുറമെ വാഗേരിയിലെ കാപ്പി കർഷകരുടെ ജീവിതവും കടുവാ ഭീഷണി മൂലം പ്രതിസന്ധിയിലാണ്. കാപ്പി പഴുത്ത് വീഴുന്ന അവസ്ഥയിലും പറമ്പിൽ പണിക്കിറങ്ങാൻ കഴിയാത്ത ഗതികേടിലാണ് കർഷകർ. പ്രധാന വരുമാന മാർഗമായ കാപ്പി കൃഷി ചെയ്യുന്ന 100 കണക്കിന് കർഷകരാണ് ഈ പ്രദേശത്തുള്ളത്. കാപ്പി പറിക്കാൻ തൊഴിലാളികളെ ലഭിക്കാത്തത് കാരണം ലക്ഷക്കണക്കിന് രൂപയുടെ കാപ്പി നശിക്കുകയാണ്. ഞങ്ങളുടെ ഒരു വരുമാന മാർഗമുള്ളത് ഞങ്ങൾക്ക് കാപ്പിയുള്ളൂ. അത് പറിക്കാനാണെങ്കിൽ ഇപ്പോൾ ഇനി ആരും വിളിച്ചാലും വരില്ല. ഞങ്ങൾക്ക് താഴെ പുറത്തോട്ട് ഇറങ്ങി നടക്കാൻ പേടിയാണ്. മക്കളെയൊക്കെ സ്കൂളിൽ വിടുന്നുണ്ട്. അവർ വരുമ്പോഴത്തേക്ക് ഞങ്ങൾ ജീവനും കൊണ്ട് ഇവിടെ പേടിച്ചിട്ടാണ് ഇരിക്കുന്നത്. അവർ വന്ന് വീട്ടിൽ കയറിയാലേ ഞങ്ങൾക്ക് സമാധാനം ഉണ്ടാവുള്ളൂ. കർഷകരെ സംബന്ധിച്ച് ഇപ്പം ഒരു ജനങ്ങളെ പോലും ഇങ്ങോട്ട് കിട്ടാത്ത ഒരു പണിയെടുക്കാൻ പറ്റുക, ഈ കാപ്പി പറിക്കാനോ അല്ലെങ്കിൽ ഒരു കവുങ്ങ് അടയ്ക്ക പറിക്കാനോ ഒന്നും പറ്റാത്ത ഒരു അവസ്ഥയാണുള്ളത്. ആരും വരാത്ത ഒരു സാഹചര്യമാണ് ഈ മൂടക്കൊല്ലി കൂടല്ലൂർ വാഗേരി പ്രദേശത്തുള്ളത്. അപ്പോൾ കർഷകനെ സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യമാണുള്ളൂ. കർഷകനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും അടിയന്തരമായ ഒരു സഹായം വേണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വേട്ടയാടുന്ന കടുവയെ ഭയന്ന് കർഷകർക്ക് പോലും തോട്ടങ്ങളിലേക്ക് ഇറങ്ങാൻ കഴിയാത്ത സ്ഥിതിയാണ്. വർദ്ധിച്ചുവരുന്ന വന്യജീവി സംഘർഷം ചെറുകിട കാപ്പി കർഷകർക്കിടയിൽ വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ന്യൂസ് 18 വയനാട്. മതവിദ്വേഷ പ്രസംഗം നടത്തിയതിന്റെ പേരിലുള്ള എഫ്ഐആർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. കളമശ്ശേരി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ നടത്തിയ പരാമർശത്തെ തുടർന്നാണ് പോലീസ് കേസെടുത്തത്. ജസ്റ്റിസ് ഡയസ് ആണ് ഹർജി പരിഗണിക്കുന്നത്. ഇന്ന് വരെ മറ്റ് നടപടികൾ പാടില്ലെന്ന് കോടതി നിർദ്ദേശിച്ചിരുന്നു. ഹൈക്കോടതിയിലെ മുൻ GP PG മനുവിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്ന് വാദം നടക്കും. അടച്ചിട്ട കോടതി മുറിയിലാണ് വാദം നടക്കുക. പരാതിക്കാരിയുടെ സ്വകാര്യത മാനിച്ച് വാദം ഇൻ ക്യാമറയാക്കണമെന്ന് ADGP കോടതിയോട് ആവശ്യപ്പെടുകയായിരുന്നു. നിയമോപദേശം തേടിയെത്തിയ പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നാണ് കേസ്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് ജസ്റ്റിസ് ഗോപിനാഥിന്റെ കോടതിയാണ് കേസ് പരിഗണിക്കുക. ക്യുസാറ്റ് ദുരന്തത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. പോലീസ് സുരക്ഷ ആവശ്യപ്പെട്ടുള്ള പ്രിൻസിപ്പലിന്റെ കത്ത് രജിസ്ട്രാർ അവഗണിച്ചുവെന്നാണ് ഹർജിയിലെ പ്രധാന ആക്ഷേപം. ഇത് ദുരന്തത്തിന്റെ ആക്കം കൂട്ടിയെന്നും ഹർജിയിൽ പറയുന്നു. KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറാണ് ഹർജി നൽകിയത്. ചീഫ് സെക്രട്ടറി, കൊച്ചി സർവകലാശാല തുടങ്ങിയവരാണ് ഹർജിയിലെ എതിർകക്ഷികൾ. അന്വേഷണത്തിന്റെ സ്വഭാവം എന്താണെന്ന് വിശദീകരിക്കാൻ കഴിഞ്ഞ തവണ ഹർജി പരിഗണിച്ചപ്പോൾ കോടതി ആവശ്യപ്പെട്ടിരുന്നു. കിഫ്ബി മസാല ബോണ്ടിനെതിരായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നടപടികൾ ചോദ്യം ചെയ്ത് നൽകിയ ഹർജികൾ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഹർജികളിൽ EDയുടെ തുടർ നടപടികൾ സംബന്ധിച്ച് ഇന്ന് സിംഗിൾ ബെഞ്ച് വാദം കേൾക്കും. ED സമൻസ് ചോദ്യം ചെയ്ത് മുൻ ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക്, കിഫ്ബി എന്നിവർ നൽകിയ ഹർജികളാണ് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത്. സമൻസുമായി മുന്നോട്ടു പോകാൻ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ EDക്ക് നൽകിയ അനുമതി ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കിയിരുന്നു. ഇതിനുശേഷം 2ാം തവണയാണ് ഹർജി സിംഗിൾ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വരുന്നത്. അന്വേഷണവുമായി മുന്നോട്ടു പോകാൻ താൽപര്യമുണ്ടെങ്കിൽ കിഫ്ബിയിലെ രേഖകൾ പരിശോധിക്കാമെന്നാണ് ഹൈക്കോടതി അറിയിച്ചത്. വയനാട് വാഗേരിയിൽ മനുഷ്യനെ ആക്രമിച്ചു കൊന്ന കടുവയെ തിരിച്ചറിഞ്ഞു. വയനാട് വന്യജീവി സങ്കേതത്തിൽ WWL 45 എന്ന കടുവയാണ് മനുഷ്യനെ ആക്രമിച്ചു കൊന്നത്. വിവരങ്ങളുമായി ജിൻസ് ചേരുന്നു. വിവരങ്ങളുമായി ജിൻസ് ചേരുകയാണ്. ജിൻസ്, എങ്ങനെയാണ് ഇത് ആ കടുവ തന്നെയാണ് എന്ന് സ്ഥിരീകരിച്ചത്? രേണുക, അല്പം മുൻപാണ് ഈ കടുവയെ വനംവകുപ്പ് തിരിച്ചറിഞ്ഞിട്ടുള്ളത്. ഈ വനംവകുപ്പിന്റെ ഡാറ്റാബേസിൽ ഉൾപ്പെട്ട കടുവയാണ്. 13 വയസ്സു പ്രായമാണ് ഈ കടുവയ്ക്കുള്ളത്. WWL 45 ഇനത്തിൽപ്പെട്ട
ആൺ കടുവയാണ് ഈ യുവാവെ ആക്രമിച്ചത് എന്നുള്ളതാണ് വനംവകുപ്പിന്റെ ഇപ്പോഴത്തെ കണ്ടെത്തൽ. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കടുവയെ വെടിവെച്ച് കൊല്ലുന്നതിനുള്ള നടപടിയുമായി മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഈ കടുവയെ തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് ഈ വെടിവെച്ച് കൊല്ലാനുള്ള ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ കൂടി ഉത്തരവ് ഇറക്കിയിരുന്നു. ഈ കടുവ നിലവിൽ ശക്തമായ നിരീക്ഷണത്തിലാണ്. അതുകൊണ്ട് തന്നെ 25 ക്യാമറകളും 3 കൂടുകളും ഇവിടെ സജ്ജമാണ്. അതുപോലെ തന്നെ 5 പെട്രോളിംഗ് ടീമും ഷൂട്ടിംഗ്സും അതുപോലെ തന്നെ ഡോക്ടർമാരും അടക്കം ഈ പ്രദേശത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അല്പസമയത്തിനകം എന്തായാലും ഈ കടുവയെ സ്പോട്ട് ചെയ്യുന്നതോടെ വെടിവെക്കുമെന്നുള്ള ഒരു മയക്കുവെടി വെക്കും എന്നുള്ള കാര്യമാണ് അറിയുന്നത്. കഴിഞ്ഞ 5 ദിവസമായിട്ടും ഈ കടുവയെ പിടികൂടാനാകാത്തതിൽ വലിയ ഒരു ജനങ്ങളെ തന്നെ വലിയ ഭീതിയിലാക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. എന്തായാലും ഈ കടുവയെ തിരിച്ചറിഞ്ഞോടുകൂടെ ഉടൻ തന്നെ വെടിവെക്കാൻ കഴിയുമെന്നുള്ള ഒരു പ്രത്യേകതയാണ് നിലവിൽ വനംവകുപ്പ് ഉള്ളത്. രേണുക, ശരി, ജിൻസാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും നരഭോജി കടുവയെ തിരിച്ചറിഞ്ഞിരിക്കുന്നു, വെടിവെക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നു എന്നതാണ് ജിൻസ സൂചിപ്പിക്കുന്നത്. ന്യൂസ് റൂം ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ പരിപാടി നമസ്കാരം. ന്യൂസ് റൂം ലൈവ് ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്ത. പാർലമെന്റ് അതിക്രമത്തിൽ ചോദ്യം ചെയ്യൽ തുടരുന്നു. പ്രതികൾ പരിചയപ്പെട്ടത് ഫേസ്ബുക്കിലൂടെ. സുരക്ഷാ വീഴ്ചയിൽ പ്രതിപക്ഷം രാഷ്ട്രപതിയെ കാണും. ആഭ്യന്തരമന്ത്രി പ്രസ്താവന നടത്തണമെന്ന ആവശ്യം. ഭക്തർക്ക് ആശ്വാസം. ശബരിമലയിൽ തിരക്ക് കുറഞ്ഞു. ദേവസ്വം മന്ത്രി സന്നിധാനത്ത്. ബിജെപി നേതാക്കളുടെ സംഘം പമ്പയിലേക്ക്. സുരക്ഷാ കേസ് ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും. കൊച്ചിയിൽ അമ്മയും കാമുകനും ചേർന്ന് കൊലപ്പെടുത്തിയ കുഞ്ഞിന്റെ മൃതദേഹം പോലീസ് സംസ്കരിക്കും. തീരുമാനം മൃതദേഹം ആരും ഏറ്റെടുക്കാത്ത സാഹചര്യത്തിൽ തയ്യാറല്ലെന്ന പിതാവിന്റെ കുടുംബവും. കരുവന്നൂർ കേസിൽ അരവിന്ദാക്ഷന്റെ ഹർജി ഇന്ന് പ്രത്യേക കോടതി പരിഗണിക്കും. ഇഡിക്ക് തെളിവ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന് വാദം. ജാമ്യത്തിലിറങ്ങിയാൽ തെളിവുകൾ നശിപ്പിക്കുമെന്ന് ഇഡി. ന്യൂസ് 18 ഇംപാക്ട്. പോലീസിലെ അമിത ജോലി ഭാരത്തിന് പരിഹാരം കാണാൻ സംസ്ഥാന സർക്കാർ. സ്റ്റേഷനുകളിൽ അംഗബലം കൂട്ടാനുള്ള നടപടികൾ ആരംഭിച്ചു. ആവശ്യമുള്ള ഉദ്യോഗസ്ഥരുടെ എണ്ണം അറിയിക്കാൻ ഡിവൈഎസ്പിമാർക്ക് ഡിജിപിയുടെ നിർദ്ദേശം. ISLൽ ഇന്ന് വീണ്ടും ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുന്നു. എതിരാളികൾ പഞ്ചാബ്. മത്സരം ന്യൂസ് 18 കേരളത്തിൽ തത്സമയം. പാർലമെന്റ് അതിക്രമ കേസിലെ പ്രതികളെ ചോദ്യം ചെയ്യും. സർക്കാർ നയങ്ങളോടുള്ള എതിർപ്പാണ് പ്രതിഷേധങ്ങൾക്ക് കാരണമെന്ന് പ്രതികൾ ഇതുവരെയുള്ള ചോദ്യം ചെയ്യലിൽ പറഞ്ഞിട്ടുണ്ട്. പ്രതികൾ ഫേസ്ബുക്കിലൂടെയാണ് പരിചയപ്പെട്ടെന്ന വിവരവും പുറത്തുവന്നു. 4 വർഷമായി ഇവർ തമ്മിൽ ബന്ധമുണ്ടായിരുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. പാർലമെന്റിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രസ്താവന നടത്തണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടും. വിവരങ്ങളുമായി സുവി വിശ്വനാഥ് ചേരുന്നു. സുവി, ഈ പ്രതികളുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന കൂടുതൽ വിവരങ്ങൾ, ചോദ്യം ചെയ്യലിന്റെ കൂടുതൽ വിവരങ്ങൾ ഇത് ഔദ്യോഗികമായി വന്നിട്ടുള്ളതാണോ? എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഒപ്പം ഇന്ന് പാർലമെന്റിൽ വീണ്ടും സഭകൾ ചേരുമ്പോൾ പ്രതിപക്ഷത്തിൻ്റെതുൾപ്പെടെയുള്ള നീക്കങ്ങൾ എന്താണ്? രേണുക, പാർലമെന്റ് അതിക്രമ കേസിൽ അന്വേഷണം ഊർജിതമാകുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട 5 പേരാണ് നിലവിൽ കസ്റ്റഡിയിലുള്ളത്. ഒരാൾ കൂടി ഇതിൽ പങ്കുണ്ട്, ഇതിൽ ആസൂത്രണം ഉണ്ട് എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്. ലളിത് ഷാ എന്ന പേരിലുള്ള ആൾക്ക് വേണ്ടിയാണ് തിരച്ചിൽ നടക്കുന്നത്. ഇന്നലെ അതിക്രമം നടക്കുമ്പോൾ ഇയാൾ പാർലമെന്റിന് പുറത്തുണ്ടായിരുന്നു. ഇയാൾ ഇൻസ്റ്റാഗ്രാമിലൂടെ ഈ ദൃശ്യങ്ങൾ തത്സമയം സംപ്രേഷണം ചെയ്തു, തത്സമയം പങ്കുവെച്ചു എന്നും പോലീസ് കണ്ടെത്തി. ഏതായാലും ഇയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്. ഉടൻ തന്നെ ഇയാളെ വലയിലാക്കാൻ കഴിയും എന്നൊരു പ്രതീക്ഷയാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഏതായാലും ഈ പ്രതികളുടെ മൊഴി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. സർക്കാരിനെതിരായ എതിർപ്പാണ് ഈ അതിക്രമത്തിന് കാരണം എന്നാണ് പ്രതികൾ പറഞ്ഞിരിക്കുന്നത്. 5 പേരാണ് കസ്റ്റഡിയിലുള്ളത്. ഇവരെ ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രതികൾക്കെതിരെ UAPA ചുമത്തിയിട്ടുണ്ട്. രാജ്യ സുരക്ഷയെ ബാധിക്കുന്ന കേസായതിനാലാണ് ഈ UAPA ചുമത്തിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം ഈ കേസിന്റെ അന്വേഷണം ദില്ലി സ്പെഷ്യൽ പോലീസിന് കൈമാറാനും സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പം ഈ പ്രതികൾ
പറയുന്നത്. മണിപ്പൂർ കലാപം, അതുപോലെ കർഷക സമരം, അതുപോലെ വിലക്കയറ്റം, ഇവയെല്ലാം തന്നെ വലിയ പ്രതിഷേധം പ്രതികൾക്കുണ്ടായിരുന്നു. ആ പ്രതിഷേധത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ഒരു അതിക്രമത്തിന് പ്ലാൻ ചെയ്തത്, ആസൂത്രണം ചെയ്തത് എന്നാണ് പറയുന്നത്. കഴിഞ്ഞ ജനുവരിയിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രതികൾ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. വിശാൽ ശർമ്മയുടെ വീട്ടിലെ ഗുരുഗ്രാമിലാണ് ഈ പ്രതികൾ എത്തിയത്. 5 പേരും, ഈ വിശാൽ ശർമ്മ ഉൾപ്പെടെയുള്ള 6 പേരും ഇവിടെ യോഗം ചേർന്നിരുന്നു. അതിനുശേഷമാണ് ഇവർ ഇത്തരത്തിൽ ഒരു പാർലമെന്റിലേക്ക് അതിക്രമം നടത്തുക എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. ഒപ്പം തന്നെ പാർലമെന്റ് ആക്രമിച്ചതിൻ്റെ വാർഷികം 22ാം വാർഷികത്തിൽ തന്നെ ഇത്തരത്തിലൊരു കൃത്യം നടത്താനും പ്രതികൾ തീരുമാനിക്കുകയായിരുന്നു. ഏതായാലും 4 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ പ്രതികൾ പരസ്പരം പരിചയപ്പെടുന്നത്. അതിനുശേഷം ഇവർ സുഹൃത്തുക്കളാവുകയും ഈ ബന്ധം വളരുകയും ചെയ്തു. ഇത് രാജ്യവുമായി ബന്ധപ്പെട്ട പലവിധ കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ഇവർ സംസാരിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഫേസ്ബുക്കിലൂടെയാണ് ഇവർ പരിചയപ്പെട്ടത്. ഫേസ്ബുക്കിലെ ഭഗൽ സിംഗ് എന്നൊരു ഗ്രൂപ്പിലൂടെയാണ് ഇവർ ആശയങ്ങൾ പങ്കുവച്ചത് എന്നാണ് പോലീസ് നിലവിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഈ ഭഗൽ സിംഗിനെ പോലെ രാജ്യത്തിന് വേണ്ടി പോരാടുക എന്നതാണ് ഇവർ ലക്ഷ്യം വെച്ചത് എന്നാണ് പറയുന്നത്. ഏതായാലും ഈ പ്രതികൾ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. ഇവരെ വിശദമായി ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യും. കൂടുതൽ കേന്ദ്ര ഏജൻസികൾക്ക് അന്വേഷണം കൈമാറേണ്ടതുണ്ടോ എന്ന കാര്യവും വിലയിരുത്തും. ഏതായാലും ഇന്ത്യ മുന്നണിയുടെ യോഗം ഇന്ന് ചേരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ രാത്രി ആഭ്യന്തരമന്ത്രി അമിത്ഷാ യോഗം വിളിച്ചിരുന്നു. പ്രധാനമന്ത്രി അമിത്ഷായോടും ലോക്സഭാ സെക്രട്ടറിയോടും ഇത് സംബന്ധിച്ച വിവരങ്ങൾ ആരാഞ്ഞിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഇന്ന് രാവിലെ 11 മണിക്ക് ലോക്സഭ വീണ്ടും ചേരുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് അമിത്ഷാ ലോക്സഭയിൽ പ്രസ്താവന ഇറക്കണം എന്നാണ് പ്രതിപക്ഷ കക്ഷികൾ ആവശ്യപ്പെടുന്നത്. രേണുക. ശരി, സുവി വിശ്വനാഥാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമലയിൽ തിരക്ക് നിയന്ത്രണ വിധേയമാകുന്നു. ഇന്നലെ സന്നിധാനത്തെത്തിയത് 93,900 പേരാണ്. കൂടുതൽ വിവരങ്ങളുമായി സന്നിധാനത്ത് നിന്ന് CV അനുമോദ് ചേരുകയാണ്. അനുമോദ്, ആശ്വാസമുള്ള വാർത്തയാണ്. ഇന്നലെയും ഇന്നുമായി തിരക്ക് നിയന്ത്രണ വിധേയമാണ് എന്നതാണ് മനസ്സിലാകുന്നത്. ഇന്ന് ബുക്കിംഗ് എത്രയുണ്ട് എന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ ലഭ്യമാണോ? എന്താണ് അവിടെ കാണാൻ കഴിയുന്നത്? രേണുക, ഇന്നലെ ഏറ്റവും അധികം അയ്യപ്പന്മാരെത്തിയ ഒരു ദിവസമായിരുന്നു എന്നാണ് കണക്കുകൾ പറയുന്നത്. 93,900 പേർ എന്ന് വെച്ചാൽ വലിയ ഒരു സംഖ്യ തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായതിൽ ഏറ്റവും അധികം അയ്യപ്പന്മാരെത്തിയ ദിവസം കൂടിയാണ് ഇന്നലെ. എന്നാൽ ഇന്നലെ മുൻപ് ഇതിലും കുറഞ്ഞ ആളുകൾ അയ്യപ്പന്മാരെത്തിയ ദിവസത്തിൽ നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ അയ്യപ്പന്മാർക്ക് നേരിടേണ്ടി വന്നിട്ടില്ല എന്ന കാര്യമാണ് ഇവിടെ ഏറ്റവും പ്രസക്തമാവുന്നത്. നമ്മൾ ഇന്നലെ പകൽ മുഴുവൻ പമ്പയിലും നിലയ്ക്കലും ഈ ശബരിമലയുടെ അനുബന്ധ കേന്ദ്രങ്ങളിലൊക്കെ അവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളും അയ്യപ്പന്മാരുടെ നേരിടുന്ന ബുദ്ധിമുട്ടുകളൊക്കെ തത്സമയം ലോകത്തിന് മുമ്പിൽ എത്തിച്ചതാണ്. അപ്പോഴൊക്കെ നമുക്ക് കണ്ട കാഴ്ച അവിടെയെല്ലാം നടത്തിപ്പിലെ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നടപ്പാക്കുന്നതിലെ പിഴവാണ് അയ്യപ്പന്മാർക്ക് ഈ ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നത് എന്നുള്ളതാണ്. ഇന്നലെ 93,000 പേർ വന്ന് ദർശനം നടത്തി. സ്വാഭാവികമായിട്ടുള്ള തിരക്കുണ്ട്, സ്വാഭാവികമായിട്ടും കാത്തിരിപ്പിൻ്റെ ചില സമയമുണ്ട്. അതിനപ്പുറത്തേക്ക് വലിയ ബുദ്ധിമുട്ട് ഇന്നലെ നേരിടേണ്ടി വന്നിട്ടില്ല എന്ന് സൂചിപ്പിക്കുന്നത് ഇവിടെ അന്ന്, അതായത് കഴിഞ്ഞ ആഴ്ച ഇതിലും കുറച്ചാളുകൾ വന്നപ്പോൾ പോലും ഇതിനേറെ ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ അത് ചില പ്രശ്നങ്ങൾ, നടത്തിപ്പിലെ പ്രശ്നങ്ങൾ കാരണം തന്നെയാണ് എന്ന് തെളിയിക്കുന്നതാണ് ഇന്നലത്തെ കണക്കും മറ്റു കാര്യങ്ങളൊക്കെ. ഇന്നലത്തെ അത്ര തിരക്ക് എന്നില്ല എന്നാണ് ഇതുവരേക്കും അറിയാൻ കഴിയുന്നത്. 29,000-ലധികം പേർ 8 മണി വരേക്ക് 18-ാം പടി കയറി ദർശനം നടത്തിയിട്ടുണ്ട്. ഇന്നിനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ദേവസ്വം മന്ത്രി K. രാധാകൃഷ്ണൻ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് തുടങ്ങിയവരൊക്കെ ഇന്ന് പുലർച്ചെയോടെ സന്നിധാനത്ത് എത്തിയിട്ടുണ്ട്. രാവിലെ ഉന്നത അധികൃതരെല്ലാം പങ്കെടുത്തുകൊണ്ടുള്ള അവലോകന യോഗം ചേരും. അതിനുശേഷം മന്ത്രി മാധ്യമങ്ങളെ കാണുമെന്നാണ് അറിയാനാകുന്നത്. ഇന്ന് പുലർച്ചെ 4 മണിയോടാണ് അദ്ദേഹം എത്തിയിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും 11 മണിയോടെ ആയിരിക്കും യോഗം തുടങ്ങുക. അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കാണും. ഇതുവരെ എടുത്ത നടപടികളും ശബരിമലയിൽ ഇനി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അദ്ദേഹം അവലോകനത്തിന് ശേഷം മാധ്യമങ്ങളെ പങ്കുവയ്ക്കുമെന്നാണ് കരുതുന്നത്. എന്താണെങ്കിലും തിരക്ക്, ആളുകളുടെ വരവിന് വലിയ കുറവുണ്ടായിട്ടില്ലെങ്കിലും അവർക്ക് വേണ്ട സംവിധാനങ്ങൾ ഒരുക്കുന്നതിലും വേണ്ട രീതിയിൽ നിയന്ത്രണം നടത്തുന്നതിലും ഇപ്പോൾ നടപ്പാക്കിയ സംവിധാനം ഗുണകരമാണ് എന്ന് തെളിയിക്കുന്നതാണ് ഇന്നലത്തെ കണക്കും ഇന്നലത്തെ സാഹചര്യവും നമുക്ക് മനസ്സിലാക്കുമ്പോൾ പറയാനാകുന്നത്. ശരി, രേണുക. CV അനുമോദാണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ നൽകിയത്.
അതേസമയം ശബരിമലയിലെ തിരക്ക് നിയന്ത്രണ വിധേയമാകുന്നുണ്ട് എങ്കിലും നേരത്തെ ഉണ്ടായ സംഭവത്തിൽ സ്വമേധയാ എടുത്ത കേസ് ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. വിർച്വൽ ക്യൂ, സ്പോട്ട് ബുക്കിംഗുകളെ സംബന്ധിച്ച തലസ്ഥിതി റിപ്പോർട്ട് പോലീസ് ദേവസ്വം ബെഞ്ചിന് സമർപ്പിക്കും. പോലീസ് നിയന്ത്രണങ്ങളെ സംബന്ധിച്ചും സർക്കാർ വിശദീകരിക്കും. പമ്പയിലെയും സന്നിധാനത്തെയും എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റുമാർ ഇക്കാര്യങ്ങളൊക്കെ പരിശോധിക്കും. വിവരങ്ങളുമായി ഡാനി പോൾ ചേരുകയാണ്. ഡാനി, കഴിഞ്ഞ 2 ദിവസമായി, ഇന്നലെയും ഇന്നുമായി അവിടെ തിരക്ക് നിയന്ത്രണ വിധേയമായി വരുന്നുണ്ട്. സർക്കാർ അടിയന്തരമായി ഏർപ്പെടുത്തിയ ചില നടപടികൾ, ഇടപെടലുകൾ ആണ് ആ ഒരു സ്ഥിതി ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ ഇന്ന് വീണ്ടും ഹർജി പരിഗണനയ്ക്ക് വരുമ്പോൾ എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? ഇപ്പോൾ കാര്യങ്ങൾ സുഗമമായി നടക്കുന്നുണ്ടെങ്കിൽ കോടതി കൂടുതൽ ഇടപെടലുകളിലേക്ക് കടക്കാനുള്ള സാധ്യതയില്ലല്ലോ, അല്ലേ? കഴിഞ്ഞ 2 ദിവസങ്ങളിലായി കോടതി കേസ് പരിഗണിക്കുകയാണ്. സ്വമേധയാ എടുത്ത ഹർജിയാണ് പരിഗണിക്കുന്നത്. പ്രത്യേകിച്ച് അതിൻ്റെ ഒരു സാഹചര്യം, ആ തിരക്ക് വർദ്ധിക്കുന്നു. അതോടൊപ്പം തന്നെ മാധ്യമ വാർത്തകൾ ഇതെല്ലാം തന്നെ കണക്കിലെടുക്കുന്നു. അവിടെ പോയ അഭിഭാഷകർ ചില കാര്യങ്ങൾ ദേവസ്വം ബെഞ്ചിനെ നേരിട്ട് ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നൊരു സാഹചര്യത്തിലാണ് കോടതി ഇന്നലെ ഇത് 2 തവണ പരിഗണനയ്ക്ക് വരികയും ചെയ്തിരുന്നു. അപ്പോൾ ചില നിർദ്ദേശങ്ങൾ ഈ പരിഗണനയ്ക്ക് വരുമ്പോഴെല്ലാം തന്നെ ചില നിർദ്ദേശങ്ങൾ നൽകുകയും അതനുസരിച്ചുകൊണ്ടുള്ള നടപടികളുടെ തുടർച്ച അതെന്തായിരുന്നു എന്ന് അന്വേഷിക്കുകയും ചെയ്യുന്നത്. ഇന്നും രാവിലെ ഈ ഹർജി പരിഗണിക്കുക, അതായത് നൽകിയ നിർദ്ദേശങ്ങളുടെ ഒരു തുടർച്ച, അതിൻ്റെ പ്രതികരണങ്ങൾ എന്താണെന്ന് പരിശോധിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെയും വെർച്വൽ ക്യൂവും അതോടൊപ്പം തന്നെ സ്പോട്ട് ബുക്കിങ്ങും ഇത് കർശനമായിട്ട് തന്നെ നിയന്ത്രിക്കണം എന്ന് പറഞ്ഞിരുന്നു. അതിൽ വരുന്ന നിയന്ത്രണമായിരിക്കും ഒരുപക്ഷെ അവിടെ കൂടുതൽ ഫലപ്രാപ്തിയിൽ എത്തുക എന്നതായിരുന്നു കോടതിയുടെ ഒരു നിഗമനം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് കേസ് പരിഗണിക്കുമ്പോൾ ഇപ്പോൾ നടപ്പിലാക്കിയിരിക്കുന്ന, ഇപ്പോൾ വന്നിരിക്കുന്ന നിയന്ത്രണങ്ങളിൽ എത്രമാത്രം ഗുണം ചെയ്തിട്ടുണ്ട് എന്നതടക്കം കോടതിക്ക് ബോധ്യപ്പെടുത്തണം. അപ്പോൾ അത് ബോധ്യപ്പെടുത്തുന്നതനുസരിച്ച് തന്നെ അതിൽ വലിയ രീതിയിലുള്ളൊരു കുറവ്, തിരക്കിനടക്കം നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നതിനടക്കം ഒരു വലിയ ആശ്വാസം അവിടെ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാൻ ഒരുപക്ഷെ കോടതി സാധ്യതയില്ല. കൂടുതൽ വിമർശനങ്ങളോ അല്ലെങ്കിൽ മറ്റ് നിയന്ത്രണങ്ങൾ കടുപ്പിക്കണമോ എന്ന് പറയാനുള്ളൊരു സാധ്യത കുറവാണ്. എങ്കിലും നിർദ്ദേശങ്ങൾ ഇന്നും പ്രതീക്ഷിക്കാം. എന്തൊക്കെയാണ് കൂടുതൽ കൊണ്ടുവന്നിരിക്കുന്നത്, ഒപ്പം തന്നെയും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന പുതിയ സംവിധാനങ്ങൾ എന്താണ്, കൂടുതൽ ഉദ്യോഗസ്ഥരടക്കം നിയോഗിക്കുന്ന കാര്യങ്ങൾ, പുതിയ ടീമിന് വരുന്ന കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം തന്നെ എന്തുമാത്രം എത്തിയിട്ടുണ്ട് എന്നതടക്കം കോടതിയിൽ ബോധിപ്പിക്കും. ഒപ്പം നിലയ്ക്കലിലും മറ്റ് ലാഹ, ഇലവുങ്കൽ റോഡ് തുടങ്ങിയ ഭാഗങ്ങൾക്കാണ്, കണമല തുടങ്ങിയ ഭാഗങ്ങളിലെല്ലാം തന്നെ വന്നിരിക്കുന്ന ഗതാഗത പരിഷ്കാരങ്ങൾ അത് ചിലപ്പോഴെങ്കിലും വലിയ രീതിയിൽ ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നത് പറഞ്ഞിരുന്നു. ഒപ്പം KSRTC ബസ്സുകൾ കൂടുതൽ വിട്ടുകൊടുക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നു. ഇത്തരം കാര്യങ്ങൾ സംബന്ധിച്ച് പത്തനംതിട്ട എൻഫോഴ്സ്മെൻറ്റ് RTOയുടെ നിർദ്ദേശം നൽകാനായിട്ട്, അത് വിലയിരുത്തിക്കൊണ്ട് റിപ്പോർട്ട് നൽകാനായിട്ട് പറഞ്ഞിരുന്നു. ഈ വസ്തുതകളായിരിക്കും ഇന്ന് കോടതിക്ക് മുന്നിലേക്ക് വരിക. ഇതെല്ലാം എന്തുമാത്രം ഗുണം ചെയ്തു എന്നതടക്കമുള്ള കാര്യങ്ങൾ കോടതി തുടർച്ചയായ 3-ാം ദിവസവും പരിശോധിക്കും. അതിൽ ഇപ്പോൾ വന്നിരിക്കുന്ന റിപ്പോർട്ടുകളിൽ ശബരിമലയിലെ തിരക്കിന് വലിയ രീതിയിലൊരു ആശ്വാസം വന്നിട്ടുണ്ടെങ്കിൽ ഈ നടപടികൾ തുടരാനായിരിക്കും ഒരുപക്ഷെ കോടതി നിർദ്ദേശിക്കുക. ക്യൂ കോംപ്ലക്സിലടക്കം നടപ്പിൽ വരുത്തുന്ന പരിഷ്കാരങ്ങൾ, അവിടെ കാത്തു നിൽക്കുന്നവർക്ക് വെള്ളവും ഭക്ഷണവും ലഘുഭക്ഷണവും നൽകുക എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഇതെല്ലാം കർശനമായി പാലിക്കുന്നുണ്ടോ എന്നതടക്കം കാര്യങ്ങൾ കോടതിക്ക് ഇന്ന് ബോധ്യപ്പെടുത്താൽ മറ്റു നടപടികളിലേക്ക് നീങ്ങാനുള്ള സാധ്യത കുറവാണ്. തീർച്ചയായും. എന്തായാലും ഇന്ന് കോടതിയിൽ വരുന്ന മറ്റൊരു കേസ് കരുവന്നൂർ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അതിന്റെ വിശദാംശങ്ങൾ കൂടി അറിയണം ഡാനിയിൽ നിന്ന്. ഞാൻ തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. ഒരു പെയിന്റിൽ